സൂര്യകാന്തി പൂക്കളുടെ മനോഹാരിത തേടി ഇനി ഗുണ്ടൽപേട്ടിലേക്കൊന്നും പോകണ്ട. നമ്മുടെ കാസർഗോഡ് പൊയ്നാച്ചിയിൽ ദേശീയപാതയ്ക്കടുത്തായി യുവകർഷകയായ ശ്രീവിദ്യയുടെ സൂര്യകാന്തി പാടമുണ്ട്. അഗ്രിഫാം ടൂറിസം പദ്ധതി വഴി 6 ഏക്കർ സ്ഥലത്താണ് സൂര്യകാന്തി കൃഷി. കർഷകന് കൃഷി കണ്ണീരാണെന്ന് പദം പറയുന്ന കാലത്താണ് ആത്മവിശ്വാസത്തോടെ പൊയ്നാച്ചിയിലെ ശ്രീവിദ്യ എന്ന യുവ കർഷക അഗ്രിഫാം ടൂറിസം എന്ന പദ്ധതി തനിക്കാവും വിധം നടപ്പിലാക്കുന്നത്. ശ്രീവിദ്യ ഒരുക്കിയ സൂര്യകാന്തി പാടം കാണാൻ ദിനേന പൊയ്നാച്ചിയിലെ കമ്മട്ടത്തറവാടിന് മുൻവശത്തുള്ള പാടത്തേക്ക് നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. സർക്കാരിൻ്റെ യുവ കർഷക അവാർഡ് ജേതാവ് കൂടിയായ ശ്രീവിദ്യ പൂങ്കാവനം അഗ്രിഫാമിലൂടെയാണ് സൂര്യകാന്തി കൃഷി നടപ്പിലാക്കുന്നത്. ഒരു ഉത്തരവാദിത്ത ടൂറിസം പ്രൊമോട്ടർ കൂടിയാണ് ശ്രീവിദ്യ. സൂര്യകാന്തി മാത്രമല്ല, ഇതിനു മുന്നേ പച്ചക്കറിയും അതുപോലെ തണ്ണിമത്തനും ഒക്കെ ഒരുപാട് ഏരിയയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനും ആൾക്കാർ ഇവിടെ കൃഷിയിടത്തിലേക്ക് തന്നെ വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ഈ സൂര്യകാന്തിയും കൂടി ആകുമ്പോൾ നല്ല രീതിയിൽ ആൾക്കാർ വന്ന് ഇവിടുന്ന് ഇത് കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. സൂര്യകാന്തി പൂക്കളുടെ സെൽഫി എടുക്കാൻ നിരവധി പേരാണ് ഈ പാടത്ത് എത്തുന്നത്. കടുത്ത ചൂടിലും ഫോട്ടോ എടുപ്പിന്റെ ബഹളത്തിലും സൂര്യകാന്തിക്ക് വാട്ടമില്ല. സൂര്യന് നേരെ നോക്കി വിടർന്നു ചിരിച്ച് ഒരേ നിൽപ്പാണ് കക്ഷി. സൂര്യകാന്തി വിരിഞ്ഞ പാടത്തേക്ക് തേനീച്ചകൾ കൂട്ടമായി വരാൻ തുടങ്ങിയതോടെ തേനീച്ചപ്പെട്ടികളും സ്ഥാപിച്ചിട്ടുണ്ട്. ചെമ്മനാട്, ബേഡടുക്ക ഗ്രാമപഞ്ചായത്തുകളിലായി 6 ഏക്കർ സ്ഥലത്ത് ശ്രീവിദ്യ കൃഷി നടത്തുന്നുണ്ട്. കൂടുതൽ ഇടങ്ങളിലേക്ക് വരും വർഷങ്ങളിൽ കൃഷി വ്യാപിപ്പിക്കാനുള്ള ആലോചനയിലാണ് ഈ യുവ കർഷക. ക്യാമറ പേഴ്സൺ ജെറിനോടൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം, കാസർഗോഡ്.